മതത്തെ വെച്ചും രാഷ്ട്രീയത്തെ വെച്ചും കൂട്ടിക്കലർത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കുക. അത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരന്മാരും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ TP 51 സിനിമയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. കേരള സ്റ്റോറിയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ലെഫ്റ്റ് അതും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. മാർക്കോ സിനിമയായിട്ട് കാണണം, അല്ലാതെ ആ ടൈമിൻ്റെ അത് അതിനായിട്ട് പൊത്താനിരിക്കരുത്. അപ്പോൾ അതിന് പറയുന്ന പല തന്ത്രങ്ങളുണ്ടായ സ്വഭാവം എന്നാണ് പറയുന്നത്. മീഡിയക്കാരുടെയും പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും സിനിമ. ഓക്കെ, അങ്ങനെ അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മീഡിയക്കാരൊക്കെ പല സ്വഭാവമാണ് സിനിമയിൽ തന്നെ. പിന്നെ അതേ കണക്ക് തന്നെ രാഷ്ട്രീയക്കാരൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് TP 51, ലെഫ്റ്റ് പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ അവരൊക്കെ കൊള്ളുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്ക് കൊള്ളുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ അവരതിനെ ബഹിഷ്കരണം, പിന്നെ അതിൻ്റെ മുകളിൽ ചർച്ചയുടെ ചർച്ച. അപ്പോൾ അവർക്ക് ഈ എന്താണ് പറയുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധകമല്ല അങ്ങനെയുള്ള സിനിമക്ക്. ഓക്കെ, ഇപ്പോൾ എമ്പുരാനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എമ്പുരാൻ സിനിമ കൂടുതലും മറ്റവരാണ്, ഇപ്പോൾ BJP-കാരാണ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. അതേസമയം അവന്മാർക്കിട്ടുള്ളതാണ് ഏറ്റവും വലിയ കൊട്ട്. ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന കഥാപാത്രമായ ഈ ടോവിനോയുടെ കഥാപാത്രം രാഹുൽ ഗാന്ധിയാണ് വേറെ പാർട്ടി രൂപീകരിച്ച് BJP ചേരാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ കാണിച്ചത്. ഓക്കെ, പിന്നെ അപ്പുറത്തെ സൈഡിൽ പിണറായി വിജയൻ കാണിക്കുന്നുണ്ട് തിരുവാതിരയായിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആ കൊട്ടുകളെല്ലാം ഞങ്ങൾ സഹിക്കുന്നു. കാരണം മറ്റവർക്കും കൂടെ കൊട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ മണ്ടേ കയറാം എന്നുള്ള രീതിയിൽ അത് അങ്ങനെ. അതേസമയം TP 51 ആ സംവിധായകൻ്റെ ഇൻ്റർവ്യൂ എന്ന് വന്നിട്ടുണ്ട്. ആ സിനിമ മാത്രമല്ല, അയാൾ കണ്ണൂർ താമസിച്ച അങ്ങേര് കുട്ടികളെയും അവിടെ നിന്ന് ഇറക്കി വിട്ട് അവന്മാർ രാത്രി പോയി. അതാണ് അവന്മാർ സഹിഷ്ണുത എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന അവന്മാരുടെ വേറൊരു സ്വഭാവം അതാണ്. പിന്നെ ഇവിടുത്തെ മീഡിയക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കുറച്ച് ദിവസം മുന്നേ ചർച്ച എടുത്ത് നോക്കുക. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും തന്നെ മാർക്കോ സിനിമയിൽ ഒരുപാട് വയലൻസാണ്. പിള്ളേരെല്ലാം അത് കണ്ട് വഴിതെറ്റിപ്പോണ്. പിന്നെ അത് അങ്ങനെ എന്തൊക്കെ ഇതാണ് അവന്മാർ അടിച്ചിട്ട. അന്ന് അവന്മാരൊക്കെ സിനിമയായിട്ട് കാണാൻ വയ്യായിരുന്നു. അത് സിനിമയാണ്. പക്ഷെ ആ സിനിമയായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് എമ്പുരാന് സിനിമയായിട്ട് കാണണം. അതേസമയം മറ്റത് സിനിമയായിട്ട് കാണാൻ പറ്റില്ല. അതിൽ വയലൻസ്, അത് ആൾക്കാർ വഴിതെറ്റിക്കുന്നു, പിള്ളേരെല്ലാം നശിക്കുന്നു. അത് സിനിമയല്ലേ ഇപ്പോഴേ. ഇവിടെ ഇതേ കണക്ക് തന്നെ മാളികപ്പുറം എന്ന സിനിമ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ചർച്ചയിൽ വരുന്ന സായി കൃഷ്ണ എന്ന് പറയുന്നവരുടെ സീക്രട്ട് ഏജൻറ്റ് അന്ന് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് എന്താണ്, ഭക്തി വിറ്റ് കാശാക്കുന്നു, അത് ചെയ്യുന്നു, മറ്റത് ചെയ്യുന്നു. ആ സിനിമയെ പറയാത്തതില്ല. അന്ന് അവന് ഇത് സിനിമയായിട്ട് കാണാൻ പറ്റിയില്ല. കേരള സ്റ്റോറി ഇത് സിനിമയായിട്ട് കാണാൻ പറ്റിയില്ല. അന്ന് ഇവിടെയുള്ള മാധ്യമങ്ങളും പിന്നെ ഇപ്പോൾ ഈ പറയുന്നവന്മാരൊക്കെ ഇതിനൊക്കെ എതിർക്കിയിരുന്നല്ലേ. അന്ന് ഈ FKയും കണ്ടില്ല, ഇന്നത്തെ ലിസ്റ്റിൻ സ്റ്റീഫനെയും കണ്ടില്ല, അപ്പാനി രവിയെയും കണ്ടില്ല, ഒരുത്തനെയും കണ്ടില്ല അല്ലേ. അന്ന് ഇത് അന്ന് ആസിഫ് അലിയും കണ്ടില്ല. അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മണ്ടയിൽ കടന്നു കയറിയപ്പോഴത്തേക്ക് അവന്മാരൊക്കെ ഒന്നും വയ്യായിരുന്നു. അവനൊക്കെ അന്ന് വായിക്കാത്ത പഴവും തിരിക്കിയിരുന്നു. ഇന്ന് അവന്മാരൊക്കെ വരാൻ അറിയാം. കാരണം ഇത് മോഹൻലാലിൻ്റെ സിനിമയാണ്, പൃഥ്വിരാജിൻ്റെ സിനിമയാണ്, വലിയ സിനിമയാണെന്ന് പറഞ്ഞു. എങ്കിൽ മോഹൻലാലും പൃഥ്വിരാജ് വായും പഴം കയറ്റി വെച്ചിട്ട് ഉണ്ടായിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. അവന്മാരെ ഒരു കള്ളത്തരം, മേജർ കള്ളത്തരം പറഞ്ഞ മേജർ രവി അവിടെ ഉണ്ട്, മേജർ കള്ളത്തരം പറഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ എതിർക്കാൻ പോലും ധൈര്യമില്ല മോഹൻലാലിനും പൃഥ്വിരാജിനും. പിന്നെ എന്തിനാണ്? അപ്പോൾ പിന്നെ അതേ കണക്കിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, രാഷ്ട്രീയ താല്പര്യങ്ങൾ. അത് മാധ്യമങ്ങൾക്കായാലും ശരി തന്നെ, രാഷ്ട്രീയക്കാർക്കായാലും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് വരുന്നതിന് അവർ എതിർക്കും. അല്ലാത്തത് അവർക്ക് സ്വാഗതം ചെയ്യും. അത് മീഡിയക്കാരും അങ്ങനെ. ഇനി മതത്തിനെ പിടിക്കുന്ന ചില മതങ്ങളെ പിടിക്കാൻ നേരത്തെ അവർക്ക് എന്ത് ചെയ്യും, ഇവർക്ക് ഈ മതത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും, എങ്കിൽ പിന്നെ ഇവരെ പിടിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇപ്പുറത്തെ മുസ്ലിംസിനെ പറയണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിനെ പിടിച്ചിരിക്കുക, എങ്കിൽ നമുക്ക് അതിൽ കത്തിക്കാം നമുക്ക് എന്നുള്ള അങ്ങനെ. അപ്പം ഇവരുടെ ഇതൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തെ വെച്ചും രാഷ്ട്രീയത്തെ വെച്ചും കൂട്ടിക്കലർത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കുക. അത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരന്മാരും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് അപ്പോൾ നമ്മൾ ഒരു ഇതിനെ വിമർശിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സംഖ്യയാക്കും. സംഖ്യകൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേറെ എന്തെങ്കിലും ആക്കും. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത്തിൽ തന്നെ പലരും ഞാൻ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉള്ളപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സ്വയബുദ്ധിയുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ ബുദ്ധി ഏവനും അടിവറ വെച്ച് വിട്ടില്ല കേട്ടോ. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഇത് ഇന്ന പാർട്ടിക്കാരൻ പറഞ്ഞു അതുകൊണ്ട് അത് ശരി
അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവൻ പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നണം, എങ്കിൽ മാത്രമേ എനിക്ക് ശരിയാവത്തുള്ളൂ. ഭൂരിപക്ഷം പറയുന്നത് കൊണ്ട് ശരിയാവണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലും നടക്കത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ നിലപാട്. അപ്പോൾ ഇനി സംഖ്യ ആക്കിയവന്മാരൊക്കെ മനസ്സിലാക്കാണ്, സംഖ്യകളെ നമ്മളെടുത്തിട്ട് കുടയാറുണ്ട്, കൊങ്കികളെയും കുടയാറുണ്ട്, കമ്മികളെയും കുടയാറുണ്ട്, എല്ലാത്തിനെയും കുടയാറുണ്ട്. ഓക്കെ, അതിന് ഏതിൻ്റെ അകത്തുനിന്ന് പിടിച്ച് കിട്ടാൻ നിൽക്കണ്ട. അപ്പോൾ TP 51 സിനിമയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, കേരള സ്റ്റോറിയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ലെഫ്റ്റ് അതും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. മാർക്കോ സിനിമയായിട്ട് കാണണം, അല്ലാതെ ആ ടൈമിൻ്റെ അത് അതിനായിട്ട് പൊത്താണ്ടിരിക്കരുത്. അപ്പോൾ അതിന് പറയുന്ന പല തന്ത്രങ്ങളുണ്ടായ സ്വഭാവം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പിന്നെ മീഡിയകളും ചെയ്യുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, അതും മതത്തിൻ്റെ പേരിൽ നിങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ അകത്തുനിന്ന് ചോര ഊറ്റി കുടിക്കുന്നവന്മാരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മീഡിയക്കാരും. അത് ഓർത്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കിടന്ന് തല്ലുകൂടുക കേട്ടോ. അപ്പോൾ ബൈ.